അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ 6-7 സൂക്തങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ സുപ്രധാനമായ ഒരു സൂക്തമാണ് 6-ാമത്തെ സൂക്തം. ഈ സൂക്തം ഒരു പ്രാർത്ഥനാ സൂക്തമാണ്. ശരിക്കും ആലോചിച്ചാൽ ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ് മുകളിൽ പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞത്. മുകളിലെ സൂക്തങ്ങളൊക്കെയും പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കുകയാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുക്ക് എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു മര്യാദ ഉണ്ടല്ലോ. 1000 രൂപ ചോദിക്കുകയാണെങ്കിൽ, കടം ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സലാം പറഞ്ഞു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു അല്ലേ? ഞാൻ പലപ്പോഴും താങ്കളെ സമീപിക്കാറുണ്ട്, എൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരാറുള്ളതാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചോദിക്കാം. എന്നുപോലെ അള്ളാഹുവെ സ്തുതിച്ചു, പ്രകീർത്തിച്ചു, അവൻ്റെ നാമത്തിൽ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് അവൻ്റെ മുമ്പിൽ 2 കരാറുകളിൽ ഏർപ്പെട്ടു. അതിന് ശേഷമാണ് ചോദിക്കുന്നത്, ഇഹ്ദി, നീ വഴി കാണിക്കൂ. ഹദിയ, മാർഗം, പാത്ത്, വഴി എന്നൊക്കെയാണ് അർത്ഥം. ഇഹ്ദി, നീ വഴി കാണിക്കൂ. നാ, ഞങ്ങളെ നീ വഴി കാണിക്കൂ. ഏത് വഴിയാണ്? സിറാത്ത്, മാർഗം. അസ്സിറാത്ത് എന്ന് പറയുമ്പോൾ ദി വേ, ഒരു പ്രത്യേക വഴിയാണ്. ആ വഴി. മുസ്തഖീം, നേരായ. അൽ മുസ്തഖീം, ആ വഴി ചൊവ്വായ വഴിയാണ്, നേരായ വഴി ആയിരിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ വഴിയിൽ നടത്തേണമേ എന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. മനുഷ്യന് ശരിക്കും സ്വയം മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കണ്ണുകൊണ്ട് കാണുന്നിടത്തോളം പോകാം അല്ലേ? പിറകുവശത്തുള്ളത് എന്താണെന്ന് ഞാനിപ്പോൾ കാണുന്നില്ല, നിങ്ങൾക്കും കാണാൻ കഴിയില്ല. അതിനാൽ മനുഷ്യൻ്റെ അറിവിനും കഴിവിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഒരുപക്ഷെ മറ്റു ജീവികളെക്കാളും ഒരു പശുക്കുട്ടിയെ, ഇതുവരെ വെള്ളം കാണാത്ത പശുക്കുട്ടിയെ നമ്മൾ പുഴയിലേക്ക് എടുത്തിട്ടാൽ അത് നീന്തി നീന്തി അക്കരെ എത്തും. അത് മനുഷ്യക്കുഞ്ഞാണെങ്കിലോ അല്ലേ? അതിനാൽ മനുഷ്യന് വഴികാട്ടി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ചൊവ്വായ മാർഗം, നേരായ മാർഗം, സ്ട്രൈറ്റ് പാത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് അള്ളാഹുവോട് പറയുന്നത്. നീയല്ലേ സൃഷ്ടിച്ചത്, നീയല്ലേ കണ്ണും കാതും നൽകിയത്, നീയല്ലേ ചിന്തിക്കാനുള്ള ബ്രെയിൻ നൽകിയത്, എല്ലാ കഴിവും നീയാ നൽകിയത്. അതുകൊണ്ട് നീ തന്നെ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് അള്ളാഹുവോട് പറയണം. അള്ളാഹുവോട് ചോദിക്കാതെ അള്ളാഹു ആരെയെങ്കിലും നേർമാർഗത്തിലാക്കോ? ഇല്ല. ചോദിച്ചു വാങ്ങേണ്ടതാണ് ഹിദായത്ത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അള്ളാഹുവിന് എന്നെ നന്മയിലൂടെ നടത്തിക്കൂടെ എന്ന് ചോദിക്കരുത്. മറിച്ച് അവനോട് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കണം, എന്നെ നേരായ വഴിയിൽ നടത്തണമേ. നമ്മൾ ശരിക്കും സ്ട്രൈറ്റ് വേയിലാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഈ പ്രാർത്ഥന. എന്നിട്ട് അടുത്ത സൂക്തത്തിൽ എന്താ പറയുന്നത്?
ഇത് ആരുടെ മാർഗമായിരിക്കണം, ആരുടേത് ആകരുത്, രണ്ടും പറയാൻ. അടുത്ത ആയത്ത് സാധാരണഗതിയിൽ നമ്മൾ നിർത്തിയാണ് ഓതാറുള്ളത് അല്ലേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം അവിടെ നിർത്തും, വലദ്ദാലീൻ എന്ന്. അങ്ങനെ വരുമ്പോൾ ശരിക്കും 9 ആയത്തുള്ളതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും ഖുർആനിൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമം ഒന്ന് ഉച്ചാരണം തന്നെയാണ്. അൻഅംത അലൈഹിം, ഐന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൈരിൽ മഗ്ദൂബി, ഐന് ശ്രദ്ധിക്കണം. പിന്നെ ദ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. അതേപോലെ വലദ്ദാലീൻ, അവിടെ ഒരു മദ്ദുണ്ട് അല്ലേ. ലാ എന്ന അക്ഷരത്തെ 6 അക്ഷരത്തിൻ്റെ അത്രയെങ്കിലും നീട്ടണം. എന്താ അവിടെ നിയമം എന്നറിയാം? അലിഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരികയാണ്. വലദ്ദാലീൻ, അങ്ങനെയാണ് അതിൻ്റെ പാരായണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഏത് വഴിയിലാണ് ഞങ്ങളെ നീ വഴി നടത്തേണ്ടതെന്നറിയോ? സിറാത്ത്, അതൊരു മാർഗമാണ്. അല്ലദീന, ഒരു വിഭാഗത്തിൻ്റെ. ആരുടെ മാർഗം? അൻഅമ, അനുഗ്രഹിച്ചു. അൻഅംത, നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അലൈഹിം, അവർക്കുമേൽ നീ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടല്ലോ. അഥവാ നീ ആരെയാണോ അനുഗ്രഹിച്ചത് അവരുടെ മാർഗത്തിലാണ് ഞങ്ങളെ നീ വഴി നടത്തേണ്ടത്. വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചവരാരൊക്കെയാണ്? സൂറത്തു നിസായിലെ 69 ആയത്തിൽ അത് എണ്ണി പറയുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവേയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയീൻ, പ്രവാചകന്മാർ, വസ്സിദ്ദീഖീൻ, സത്യവാന്മാർ, വശുഹദ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സജ്ജനങ്ങൾ. ഈ വിഭാഗത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. പ്രവാചകന്മാരാവാൻ നമുക്ക് കഴിയില്ല, എന്നാൽ ആ പ്രവാചകന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അല്ലേ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ മാത്രമല്ല കേട്ടോ, സത്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ലൈഫിൽ കൊണ്ടു നടക്കുന്ന ആളാണ് സിദ്ദീഖ്. പിന്നെ ശുഹദ, സത്യത്തിന് സാക്ഷിയാവുക, രക്തസാക്ഷിയാവുക, ആവശ്യമാണെങ്കിൽ സ്വന്തത്തെ സമർപ്പിക്കുക. വസ്സാലിഹീൻ, നല്ല മനുഷ്യന്മാർ. ഇവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ എന്നാണ്. ഇപ്പം നമ്മുടെ മുൻഗാമികൾ സഞ്ചരിച്ച നന്മയുടെ വഴിയിലൂടെ തന്നെയാണ് നമുക്കും പോകേണ്ടത്. നമ്മൾ ന്യൂജനാണ് അല്ലേ, ടീനേജേഴ്സാണ്. അതുകൊണ്ട് എന്താ പറയുക, മുതിർന്ന ആൾക്കാർ വല്ലതും പറയുമ്പോൾ തന്ത വൈബ് എന്നൊക്കെ പറയുന്ന കാലമാണിത് അല്ലേ. പക്ഷെ ശരിക്കും ഇസ്ലാമിൽ അങ്ങനെയുണ്ടല്ലോ. നമ്മുടെ മുൻഗാമികളെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന ആൾക്കാരെ, അവർ നന്മ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കണം. എങ്കിലാണ് ശരിയായ വഴിയിൽ എത്തുള്ളൂ. അല്ലാതെ നമ്മൾ ന്യൂജനാണ്, അതുകൊണ്ട് നമ്മൾ വഴിമാറി നടക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ പഴഞ്ചനാണ് എന്നൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനാൽ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ആരുടെ വഴിയിലല്ല എന്നതാണ്. ആരുടെ വഴിയിലാണ് ഞങ്ങളെ കൊണ്ടുപോകേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരുടെ വഴിയിൽ കൊണ്ടുപോകരുത്, 2 വിഭാഗത്തെ എണ്ണി പറയുന്നുണ്ട്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ആരാണൊന്ന്? ഗൈർ, അല്ലാത്ത. ഗളിബ, കോപിച്ചു എന്നാണ്. മഗ്ലൂബ്, കോപിക്കപ്പെട്ടവൻ. അലൈഹിം, അവരുടെ മേൽ. ആരുടെ മേലാണോ നിന്റെ കോപം വന്നത്, നീ കോപിച്ചത് ആരുടെ മേലാണോ ആ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തരുത് എന്നാണ്. പിന്നെ പറയുന്നത് 2ാമത്തെ വിഭാഗം, അതോടൊപ്പം ലാ, അല്ല, അദ്ദാലീൻ, വഴി പിഴച്ചവരുടേതുമല്ല ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴി. വല്ല എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയെന്നാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ റൂട്ട് മാറിപ്പോകില്ലേ, അതിനൊന്നല്ല എന്നാണ് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിലേക്കുള്ള വഴി അല്ലാത്ത തെറ്റായ പല വഴികളില്ലേ, അതാണ് ഉദ്ദേശം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മണലുള്ള എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ കയ്യിലെ വടി കൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചു, നേരെ ഒരു വര, സ്ട്രൈറ്റ് ആയിട്ടൊരു വര. അതിന് രണ്ട് സൈഡിലും കുഞ്ഞു കുഞ്ഞു വരകൾ വരച്ചു. എന്നിട്ട് ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ വടി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാണ് എൻ്റെ ശരിയായ മാർഗം, അതുകൊണ്ട് ഇതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ ഈ ചുറ്റിലുമുള്ള കുഞ്ഞു കുഞ്ഞു വരകൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. പോക്കറ്റ് റോഡിലൂടെ കയറി പോകരുത്. എപ്പോഴും നല്ല ഹൈവേയിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് സഞ്ചരിക്കണം. ഊടുവഴികൾ പലപ്പോഴും പല അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ അതിനാൽ അള്ളാഹുവിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ വലദ്ദാല്ലീൻ, വഴി തെറ്റിയവരുടേതുമല്ല. അപ്പോൾ ആരാണ് ഇവർ? ഈ രണ്ട് വിഭാഗം ആരാണ്? ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന രണ്ട് വിഭാഗമുണ്ട്. അള്ളാഹുവിൻ്റെ കോപം വന്ന് ഭവിച്ച ഒരു വിഭാഗം ആരാന്നറിയോ? വേദക്കാരാണ്. നമ്മുടെ മുൻഗാമികളായിട്ട് വേദം ലഭിച്ച, ഖുർആനിന് മുമ്പുള്ള വേദങ്ങളില്ലേ, തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ അല്ലേ, ഈ വേദങ്ങളാണ് ഖുർആൻ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൊണ്ടു നടന്നിരുന്ന വേദക്കാർ, ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ, അവർക്ക് എന്താ പറ്റിയത്? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായി. എന്താ പറ്റിയെന്നറിയോ? അവരിലേക്ക് ഈ സത്യവുമായിട്ട് വന്ന പ്രവാചകന്മാരെ അവർ തള്ളിപ്പറഞ്ഞു, വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുത്തി, ഇങ്ങനെയൊക്കെ പല അതിക്രമങ്ങളും ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് അവർ മടങ്ങി എന്ന് പറയുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മാറ്റിവെച്ചിട്ട് പുരോഹിതന്മാരുടെ നിയമങ്ങൾ സ്വീകരിച്ച് വഴിതെറ്റിപ്പോയവരുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? പുരോഹിതൻ പറയുന്നത് ദൈവവചനം പോലെ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഖദ് ളല്ലു വ അളല്ലു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ പിഴക്കുകയും ചെയ്തു, പിഴപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഈ അവസ്ഥയിലായിപ്പോയി എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ആളുകളുടെ പിന്നാലെ പോകാം. അങ്ങനെ വരുമ്പോൾ വഴി തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. മുമ്പിലുള്ള ആൾക്ക് വഴി തെറ്റിയാൽ നമുക്കും തെറ്റും. ഈ അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹം അകപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ ഇത് ചരിത്രപരമായിട്ട് ഇവരെക്കുറിച്ച് പറയാണ്. പക്ഷെ എന്നും അവരാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇപ്പം നിലവിലുള്ള മുസ്ലിം സമൂഹം, നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ, നമ്മൾ ഇസ്ലാമിനെതിരായിട്ട് അള്ളാഹുവെ ധിക്കരിച്ചാൽ, നമ്മൾ അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങുന്നവരാവില്ലേ? അള്ളാഹു അല്ലാത്തവരെ അംഗീകരിച്ച് ഏതെങ്കിലും വഴിയിൽ സഞ്ചരിച്ചാൽ വഴിതെറ്റിയവരായിട്ട് മാറും. അതിനാൽ അവർ മാത്രമല്ല, എക്കാലത്തും സത്യത്തിൽ നിന്ന് പിന്തിരിയുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന, അന്ധവിശ്വാസ അനാചാരങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുന്ന ആളുകളൊക്കെയും ഇങ്ങനെ മഗ്ലൂബും ളാലും ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെ പ്രസക്തമായ പ്രാർത്ഥനയാണല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ, ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തീരുമാനിക്കുന്ന പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ വഴിയിൽ മുന്നോട്ട് നയിക്കണം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നയിക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ഏറ്റുവാങ്ങിയവരുടെ മാർഗത്തിൽ നയിക്കരുത്. വലദ്ദാല്ലീൻ, വഴി തെറ്റിപ്പോയവരുടെ കൂട്ടത്തിലും ഞങ്ങളെ അകപ്പെടുത്തരുതേ നാഥ. അതുകൊണ്ട് ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ, നമ്മുടെ പെറ്റു വീണ കുഞ്ഞിൻ്റെ ആ നിഷ്കളങ്കമായ മുഖമില്ലേ, അതേ അവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പ്രാർത്ഥന അവസാനിക്കുകയാണ്. പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആമീൻ എന്ന് ചൊല്ലണം അല്ലേ? ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഖുർആനിലുണ്ടോ? ഖുർആനിലില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ആമീൻ ചൊല്ലുക. അത് ശബ്ദത്തിലാണോ പതിയെയാണോ എന്നൊക്കെയുള്ള ചർച്ചകളുള്ളതായിട്ട് കാണാം. ഏതായാലും നമ്മൾ നമസ്കാരത്തിലൊക്കെ അങ്ങനെ ആമീൻ ചൊല്ലുമ്പോൾ നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും ഒന്നിച്ചു വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടതാണ്. കൂടുതൽ വായിക്കാനും പഠിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.